ഇന്ന് നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ XAUSD ഗോൾഡിന്റെ ഒരു അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് ഓഗസ്റ്റ് 25 ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം മുതൽ ഏകദേശം ഇന്ത്യൻ ടൈം ഒരു 11:30 AM വരെയുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ്. അപ്പോൾ ഇന്നത്തെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് വന്നിരിക്കുന്നത് ബൈ ട്രെൻഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4696 വരെയാണ് ഇന്ന് മാർക്കറ്റ് വന്നിട്ടുള്ളത്. അതിനുശേഷം വലിയൊരു നല്ല രീതിയിൽ ഒരു ഫാൾ വന്നിട്ടുണ്ട്. അതായത് 4618 വരെ മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും 4648 വരെയാണ് മാർക്കറ്റ് നിലവിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ 4648 ചെറിയൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചെറിയൊരു റിജക്ഷൻ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഓവറോൾ ബൈ ട്രെൻഡ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ബൈയിലേക്ക് പോകാനുള്ള ചാൻസസ് ആണ് കൂടുതലായിട്ടുള്ളത്. എന്നാൽ പോലും ഡേ ടൈമിലൊക്കെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് വൈസ് മാർക്കറ്റ് ഒക്കെ വരുന്ന സമയത്ത് സെല്ലിനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ്. അപ്പൊ 4648 മുതൽ 4665 വരെയൊക്കെയുള്ള റേഞ്ചുകൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ്. 4675 അല്ലെങ്കിൽ 4678 മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് 4686 4696 ലെവലുകളിലേക്ക് വീണ്ടും പോകും. 4696 ബ്രേക്ക് ചെയ്താൽ വീണ്ടും 4702 4714 4728 4738 ലെവലുകളിലേക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളാണുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബൈ ട്രെൻഡ് ആണ്. പക്ഷെ എന്നാൽ മോർണിംഗ് ടൈം ഒക്കെ നമുക്ക് അത്യാവശ്യം സെല്ലും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെൽ ട്രേഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെല്ലിനും ബൈക്കും സ്ട്രാറ്റജി ഒക്കെ ഉള്ള ആളുകൾക്ക് രണ്ട് സൈഡിലേക്കും പെർഫെക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. 4618 ബ്രേക്ക് ചെയ്ത് ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ 4608, അതുപോലെ തന്നെ 4600 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4590 ലെവലുകളിലേക്ക് ഡൗൺ ആകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 4622 മുതൽ 4635 വരെയുള്ള ലെവലുകളൊക്കെ നിലവിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളാണ്. അവിടെ നിന്നൊക്കെ ബൈ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. 4668 മുതൽ 4675 ലെവലുകളൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ്. 4689 മുതൽ 4696 ലെവലുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളാണ്. അവിടെ നിന്നൊക്കെ റിജക്ഷൻ വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഈ രീതിയിലാണ് നിലവിലത്തെ ഒരു മാർക്കറ്റ് ഉള്ളത്, ഇതിന്റെ അനാലിസിസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ ഓരോ സമയം മാറുന്നതിനനുസരിച്ച് മാർക്കറ്റിന്റെ ട്രെൻഡും ഡയറക്ഷൻസും ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബൈ ട്രെൻഡ് തന്നെയാണ് ഉള്ളത്. ലോങ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ, ലോങ് വെയിറ്റ് ചെയ്തിട്ട് സ്വിംഗ് ട്രേഡ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൂടുതലും ബൈ എടുക്കുന്നതാണ് കൂടുതൽ സേഫ് ആയിട്ടുള്ളത്. ഇൻട്രാഡേ ഓർ സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യുന്നവർക്ക് രണ്ട് സൈഡിലേക്കും ഈ രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയ അല്ലെങ്കിൽ അവനവന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി വെച്ചിട്ട് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും.